ജോഷുവയുടെ പുസ്തകം 24 അധ്യായം അതിന്റെ 14-15 തിരുവചനങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. യെസ്. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച് ദൈവന്മാരെ ഒക്കെയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. ദൈവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. അടുത്തത്, യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്നേ തിരഞ്ഞെടുത്തുകൊള്ളുക. ആരെ സേവിക്കണമെന്ന് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്താ തിരഞ്ഞെടുത്തുകൊള്ളുക. അടുത്തത്, ഞാനും എന്റെ കുടുംബമോ. പക്ഷെ പറയുന്നു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഒരു ശക്തമായ വാക്കാണ് ഇവിടെ പറയുന്നത്. ശക്തമായ ഒരു വ്യക്തിയുടെ തീരുമാനം, ജോഷുവയുടെ തീരുമാനമാണ് പറയുന്നത്. ഒത്തിരി ദേവന്മാരെ നിങ്ങൾ സേവിച്ചു, നിങ്ങൾ ആരാധിച്ചു, നദിക്കക്കരെ വെച്ച് പലതിനോടും ചേർന്നിരുന്നു. ഇപ്പോൾ ദൈവത്തെ സേവിക്കുന്നു. പക്ഷെ ഒന്നും കൂടെ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഏതിനെ തിരഞ്ഞെടുക്കണം? ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ നിങ്ങൾ എന്ത് തിരഞ്ഞെടുത്താലും ഞാനൊരു തീരുമാനം പറയുന്നു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ വ്യക്തികൾ, കുടുംബങ്ങളുടെ മേലും അതിശക്തമായ പ്രഷറുകൾ, ഡിസ്ട്രാക്ഷനുകൾ, അതിശക്തമായ പെയിൻഫുൾ അനുഭവങ്ങൾ, ശ്രദ്ധ തിരിക്കുന്ന പോരാട്ടങ്ങൾ കുടുംബമായും വ്യക്തിപരമായും ഓരോരുത്തർ അനുഭവിക്കാറുണ്ട്. അതിന്റെ മധ്യത്തിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വരെ നമ്മളെ അകറ്റിക്കളയുമോ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രശ്നത്തിൽ കൂടെ, പ്രതിസന്ധി കൂടെ, സാഹചര്യങ്ങൾ കൂടെ, വെല്ലുവിളികൾ കൂടെ കടന്നു പോകാറുണ്ട്. അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ജോഷുവ പ്രഖ്യാപിക്കുന്ന ഒരു ശക്തമേറിയ പ്രഖ്യാപനമാണ്, നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് സാഹചര്യത്തിന്റെ മധ്യത്തിലും നമ്മുടെ തീരുമാനം അതിശക്തമാണ്. എന്തോ സംഭവിച്ചോട്ടെ, പക്ഷെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ജോഷുവയ്ക്ക് ഒരു കാര്യം അറിയാം, ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം അറിയാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ ഹല്ലേലൂയ കാവൽ ചെയ്യുന്നവൻ, ആ സെക്യൂരിറ്റി വൃഥാ കിടന്നലഞ്ഞ് രാത്രിയിൽ ഉറക്കമറിയിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കൃപയില്ലാതെ, ദൈവത്തിന്റെ ഫേവർ ഇല്ലാതെ, ദൈവത്തിന്റെ അനുകൂലത ഇല്ലാതെ, ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങിന്റെ കരമില്ലാതെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അതെല്ലാം വൃഥാവാണ്. ഹല്ലേലൂയ. പണിയാവുന്നതേ ഉള്ളൂ, വെറുതെ പണിയുന്നു. ജാഗരിക്കാവുന്നതേ ഉള്ളൂ, വെറുതെ ജാഗരിക്കുന്നു. അങ്ങനെ വിശുദ്ധ ബൈബിളിൽ അങ്ങനെ പറയുന്നെങ്കിൽ ജോഷുവയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ദൈവത്തിന്റെ അനുഗ്രഹം കൂടാതെ, ദൈവത്തിന്റെ കരത്തിന്റെ ചലനം കൂടാതെ ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഈ വായിച്ച 24 അധ്യായം ശ്രദ്ധിക്കണം. 23-24 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ജോഷുവ എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളാണ്. 23 അധ്യായത്തിൽ ജനത്തെ വിളിച്ചുകൂട്ടി ജോഷുവ പറയുന്നുണ്ട്, ഞാൻ വാർദ്ധക്യത്തിലെത്തി. 23:1 മുതൽ പരിശോധിക്കുമ്പോൾ ഞാൻ വാർദ്ധക്യത്തിലെത്തി, എനിക്ക് പ്രായമായി. കാരണം ഈ ജോഷുവയാണ് ദൈവം വിളിച്ച് തൻ്റെ ജനത്തിന് വാഗ്ദത്ത കനാൻ അവകാശമാക്കി കൊടുക്കാൻ, വീതിച്ചു കൊടുക്കാൻ ദൈവം കണ്ടത്. ദൈവത്തിന്റെ ജനം നീണ്ട വർഷങ്ങൾ അടിമത്തത്തിലായിരുന്നു. മോശയെ ദൈവം ഉൾപ്പടപ്പിൽ വെച്ച് വിളിച്ച് അവിടുന്ന് തൻ്റെ ജനത്തെ വിടിവിച്ച് ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഒരു കാലം കഴിഞ്ഞപ്പോൾ മോശ മരിച്ചു. മോശ മരിക്കാറാകുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു, ഇനി നയിക്കുന്നത് ജോഷുവയാണ്. ഒരു കാര്യം പറയാം, കാലങ്ങൾ മാറിയാലും, വർഷങ്ങൾ മാറിയാലും, ദിവസങ്ങൾ മാറിയാലും ദൈവത്തിന്റെ ആലോചനയ്ക്കും ദൈവത്തിന്റെ പ്രവൃത്തിക്കും മാറ്റമില്ല. വാഗ്ദത്തം
നാട്ടിൽ എന്റെ ജനത്തെ ദൈവം എത്തിക്കും എന്ന് പറഞ്ഞാൽ, മുമ്പിൽ നിന്ന് നയിച്ച മോശം മാറിയാലും അടുത്ത ജോഷുവയെ എഴുന്നേൽപ്പിച്ച് വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുന്ന ദൈവമുണ്ട്. ഈ വർഷത്തിന്റെ അവസാനത്തിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. നിന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തോടൊരു ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വർഷം മാറിയാലും 2025 മാറിയാലും സീസണുകൾ മാറിയാലും പറഞ്ഞ ദൈവത്തിന് മാറ്റമില്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ തൊട്ട് പറയുന്നു, കാലങ്ങൾ മാറിയാലും ആണ്ട് മാറിയാലും ദൈവം ദൈവം തന്നെയാണ്. ദൈവത്തിന് മാറ്റമില്ല. അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അവന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെട്ടുണ്ടെങ്കിൽ അത് വെറുതെ വരത്തില്ല. അതതിന്റെ പ്രവൃത്തി ചെയ്യും. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സകലരോട് പറയുന്നു, എന്റെ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവദാസനിൽ കൂടെ, അല്ലെങ്കിൽ ആരാധനകൾ, നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ വചന വായനകൾ, ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 പോയാലും കാര്യമില്ല. അത് ദൈവം നിറവേറ്റാൻ വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്ത ഈ നല്ല ദൈവത്തിനൊരു ഹല്ലേലൂയ കൊടുത്ത് ഒന്ന് സ്തുതിച്ചേ. എന്തോ ഇന്ന് ദൈവാത്മാവ് ചിലരെ ഉറപ്പിക്കുക. സീസണേ മാറുന്നുള്ളൂ. ഹല്ലേലൂയ. ഇപ്പൊ തണുപ്പ് സീസണാണ്. രാത്രിയിൽ കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും. 25 കഴിയാറായി, 26 വരും, ചിലപ്പോ 26 മാറി 27 വരും. പക്ഷെ എന്തൊക്കെ നിന്റെ മുമ്പിൽ സംഭവിച്ചാലോ ദൈവം എന്നും ദൈവം തന്നെയാണ്. വാഗ്ദത്തം പറഞ്ഞവൻ മാറത്തില്ല. വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവം നിന്റെ കൂടാരത്തിൽ ചെയ്യും. Hallelujah. Yes. Hallelujah. Hallelujah. ജോഷുവ പറയാണ് തന്റെ മരണത്തിന് അവസാന സമയത്ത് കനാൻ പിടിച്ചു, ദേശമൊക്കെ വിവാഹിച്ചു കൊടുത്തു ഗോത്രങ്ങൾക്ക്. എന്നിട്ട് പറയുന്നൊരു കാര്യം ജോഷുവ 23:8 പറയുന്നു. ആ വാക്ക് വായിച്ച് ജോഷുവ 23:8. നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പീൻ. ഈ ആണ്ടിന്റെ അവസാനം ദൈവം പറയുന്ന ആരാധന ഇത്രത്തോളം ദൈവം ജയം തന്നെത്തിച്ചു. ഇന്ന് ചെയ്തു വന്നതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പീൻ. നീ വിട്ടുമാറല്ല. പറ്റിച്ചേർന്നവനെ വിടിവിക്കുന്നൊരു ദൈവമുണ്ട്. ഇതുവരെ എന്താ ചെയ്തേ ദൈവത്തിന്? ഇനി നീ എന്ത് ചെയ്യരുത്? ഞാൻ മാറിയാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ദൈവത്തെ വിട്ടു മാറരുത്. അവർക്ക് പറ ദൈവത്തെ പറ്റിയിരിക്കണം എന്ന് പറഞ്ഞേ. എന്നിട്ട് 11 പറയുന്നത് 11. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പിൻ. നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. പറ്റി നിൽക്കണം. ഇതുവരെ എന്താണ്? പറ്റി നിൽക്കണം. ഇപ്പൊ പറ്റി നിന്നോട് നിനക്ക് വിടുതൽ കിട്ടി. അടിമ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വാഗ്ദത്ത പാലും തേനും ഒരുങ്ങുന്ന വലുതും വിശാലമായ കനാൻ നിനക്ക് കിട്ടി. നന്മ കിട്ടി എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് വിട്ടു മാറല്. നന്മ കിട്ടാൻ മാത്രമല്ല ദൈവത്തെ സേവിക്കുന്നേ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഈ ആണ്ടിൽ ഒരു അവസാനത്തെ തീരുമാനമെടുക്കണം. നന്മ കിട്ടിയത് കൊണ്ട് മാറിപ്പോകുകയല്ല. കിട്ടിയാലും കിട്ടിയില്ലേലും എത്രയധികം വീണ്ടും കിട്ടിയാലും എന്റെ ദൈവത്തോട് ഞാൻ പറ്റി നിൽക്കും. നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിപ്പീൻ. പൂർണ്ണ മനസ്സോടെ ഏറ്റവും അവിടെ സ്നേഹിപ്പീൻ. ആരെ സ്നേഹിക്കണം? കർത്താവിനെ സ്നേഹിക്കണം. ഈ ലോകത്തിലെ മറ്റ് സ്നേഹങ്ങളെല്ലാം പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ശരിയല്ലേ? മനുഷ്യനായ എല്ലാവരും മൂടനുസരിച്ച് എല്ലാവരുടെയും മാറി മറിയും. സ്നേഹത്തിന് ലിമിറ്റ് ഉണ്ട്. കാരണം മനുഷ്യനാ. നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും മനുഷ്യന് അത്രേ പറ്റൂ. പക്ഷെ നമ്മൾ ആഴത്തിൽ ആ ലോകത്തിൽ മറ്റേതെല്ലാം താൽക്കാലികമാ. അതിനെ കൂടുതൽ സ്നേഹിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് വേദന കൂടുതൽ ഉണ്ടാവുന്നത്. പകരം എല്ലാം നമുക്ക് വേണം. പക്ഷെ എല്ലാത്തിനും അപ്പുറം ഉള്ളിലെ പ്രണയ ബന്ധ സ്നേഹബന്ധം യേശു കർത്താവുമായിട്ടായിരിക്കണം. അത് ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു
ഒരു സൺഡേലാന്ന് തോന്നുന്നു, അതോ ബുധനാഴ്ച ഏതോ ഓർപ്പിച്ചു. കർത്താവുമായിട്ട് ബന്ധം ഒരു പ്രണയ ബന്ധമാണ്. ക്രിസ്തീയ ജീവിതം മതത്തിന്റെ ജീവിതമല്ല, ക്രിസ്തീയ ജീവിതം ആചാരങ്ങളുടെ ജീവിതമല്ല, ക്രിസ്തീയ ജീവിതം ചടങ്ങുകളുടെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം റിലേഷനാണ്. യേശു ക്രിസ്തു എന്ന വ്യക്തിയുമായി പ്രണയബന്ധം, ഒരു വ്യക്തിബന്ധത്തിന്റെ ജീവിതമാണ് ക്രിസ്ത്യൻ ലൈഫ്. കർത്താവിനുള്ള സ്നേഹമാണ്. എന്താ ഇത്ര സ്നേഹമാണ്? അവൻ നാം സ്നേഹിക്കുന്നതിന് മുമ്പ് യേശു നമ്മെ സ്നേഹിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയുന്നു, ദൈവം നമ്മെ സ്നേഹിച്ചു. ഉലകത്തെ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ തലമുറകൾക്കോ മാതാപിതാക്കൾക്കോ ആർക്കും തരാൻ പറ്റാത്ത സ്നേഹം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ കോപത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിലേക്ക് വന്നെന്ന് മാത്രമല്ല, ജനിച്ചെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന് നമ്മെ സ്നേഹിച്ചൊരു കർത്താവ്. എത്ര പ്രാവശ്യം അതാ പിശാചിനെ പറയണം, നീ കൽപ്പിച്ച ദൂതന്മാർ ഇറങ്ങി വരില്ലേ? എത്ര പടയാളി, റോമൻ പടയാളികൾ പിടിച്ചാലും ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ വേണ്ട, നനച്ചാൽ മതി, കോടാനി കോടി ദൂതന്മാർ ഇറങ്ങി അത് ക്രൂശിൽ എത്തുന്നതിന് മുമ്പ് വേണമെങ്കിലും പൊക്കി എടുത്തോണ്ട് പോയി. ഹല്ലേലൂയ, കർത്താവിനെ രക്ഷിക്കാൻ പറ്റും. എന്തുകൊണ്ട്? അതൊന്നും ചെയ്യാതെ, ദൈവമായിരിക്കെ ഒന്നും ചെയ്യാതെ നമുക്ക് വേണ്ടി സഹിച്ചത് എന്തുകൊണ്ട്? കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നമ്മളാണെങ്കിൽ പിടിച്ചു നിൽക്കും. ലാസ്റ്റ് നിമിഷമാണെങ്കിൽ എന്തെങ്കിലും സാഹചര്യം രക്ഷപ്പെടാനുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ വീരവാദം പറയും. മനുഷ്യനാ, അവസാന നിമിഷം രക്ഷപ്പെടാനുണ്ടെങ്കിൽ ആ അവസാനത്തെ ചാൻസ് ഉപയോഗിച്ച് നമ്മൾ രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ ആ ക്രൂശിൽ കിടക്കുമ്പോഴോ ദൂതന്മാർ കോടാനുകോടി ഇറങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോഴോ അത് വേണ്ടെന്ന് പറഞ്ഞ്, പിതാവിന്റെ ഇഷ്ടം നടക്കട്ടെന്ന് പറഞ്ഞ്, കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായ ഒരു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലവ് ഹിം, യേശുവിനെ സ്നേഹിക്കുക. ഉലകത്തിലെ സ്നേഹമൊക്കെ താൽക്കാലികമാണ്. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു പ്രണയബന്ധം ഉണ്ടാകട്ടെ. പാട്ടുകാരം, ഉലകത്തിൽ പ്രിയമായത് വലുതും നമുക്കുണ്ട് അല്ലേ? ഉലകത്തിൽ പ്രിയം, നമുക്ക് വേണ്ടപ്പെട്ട പ്രിയം പലതുമുണ്ട്. പക്ഷെ ആ പ്രിയരിലും ഏറ്റവും പ്രിയനാൻ പ്രാണപ്രിയൻ യേശു മാത്രം. പ്രിയമായതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, ഇഷ്ടമുള്ള ഫുഡുണ്ട്, ഇഷ്ടമുള്ള ക്രമീകരണമുണ്ട്, ഇഷ്ടമുള്ള സ്ഥലമുണ്ട്, ഇഷ്ടമുള്ള വ്യക്തികളുണ്ട്, എല്ലാം ഉണ്ട്. പ്രിയമായതുണ്ട്, ഇല്ലെന്ന് പറയുന്നത് തെറ്റല്ല. പക്ഷെ ആ പ്രിയന്മാരിലും പ്രാണപ്രിയനായവനാണ് എന്റെ കർത്താവ്. അവനോട് പറ്റി നിൽക്കുക. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രത എന്ന് പറഞ്ഞ എന്താ? പട്ടാളക്കാർ നിൽക്കുന്ന പോലെ നമ്മൾ ഇന്ന് സേഫ്റ്റി അനുഭവിക്കാൻ കാരണം എന്താ? പ്രത്യേകിച്ച് ഇന്ത്യയുടെ നോർത്തൻ ബോർഡറുകളിൽ ഇന്ത്യൻ പട്ടാളം, ഇന്റലിജൻസുകൾ വിജിലന്റ് ആയിട്ട് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇടയ്ക്കൂടെയൊക്കെ കണ്ണുവെട്ടിച്ച് എന്തെങ്കിലുമൊക്കെ നടന്നാലും ഇത്രയും സേഫ്റ്റി അനുഭവിക്കാൻ കാരണം എന്താ? അത്രയ്ക്കും വിജിലന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ സുരക്ഷിതമായി നിൽക്കുന്നേ. അപ്പം അതേപോലെ കർത്താവിനെ സ്നേഹിക്കുന്നതിന് നമുക്ക് എന്തോ വേണം? നമുക്കെന്തോ വേണം? ജാഗ്രത വേണം. കാരണം എന്താ? ഈ പ്രണയബന്ധത്തിൽ നിന്ന് അകറ്റുന്ന പലതും മുമ്പിൽ കെണി വരും. നമുക്കത് അറിയത്തില്ല. കെണി ആയതിനു ശേഷമേ അറിയത്തുള്ളൂ ഇത് കെണിയായെന്ന്. അതുകൊണ്ട് നീ ജാഗ്രതയോടിരിക്കണം. മിലിറ്ററി ഭാഷ പറഞ്ഞ നുരഞ്ഞേറ്റക്കാരുണ്ടാവും. പെട്ടെന്ന് കണ്ണിന് മുമ്പ് ഡയറക്റ്റ് അല്ല വരുന്നേ. നുരഞ്ഞേറ്റക്കാരാ, കണ്ണി കാണത്തില്ല. കേറി കഴിഞ്ഞേ അറിയത്തുള്ളൂ കേറി എന്ന്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റുന്ന, ദൈവത്തോട് അടുപ്പിക്കാതെ ലോകത്തിലേക്ക് സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന പലതും നിന്റെ ജീവിതത്തിൽ കയറി വരും. നീ ജാഗ്രതയോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സേവിപ്പിച്ചാൽ അത് നിനക്ക് അനുഗ്രഹമാണ്. അപ്പൊ ദൈവത്തെ സേവിക്കുന്നതിൽ പിശാചുണ്ട്, അതിന് ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറയാറുണ്ട്. അതേപോലെ ഒരു ജാഗ്രത എന്തിനുണ്ട്? അതിനേക്കാൾ അപ്പുറം കർത്താവിലുള്ള ബന്ധം കീപ്പ് ചെയ്യാൻ ജാഗ്രതയുണ്ട്. ഇത് റിലേഷൻ ബന്ധം. ഇതിനെ തകർക്കാൻ പലതും കയറി വരും. അതാണ് ഏദൻ തോട്ടത്തിൽ അബദ്ധം പറ്റിയത്. ആദാമും ഹവ്വയ്ക്ക് തോട്ടം കാക്കാൻ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷെ ജാഗ്രതയോടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുറത്തു പോകേണ്ട അനുഭവം വന്നത്. ജാഗ്രതയോടെ ദൈവത്തെ സേവിപ്പാണ്. ഇന്നൊരു തീരുമാനമാണ്. ഇത് വലിയ ബ്ലെസ്സിംഗ്. ഇത് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഒരു പ്രധാന ദൂതിലേക്ക് വരാൻ പോവാ.
ഇത് പറഞ്ഞ് 23 കഴിഞ്ഞിട്ട് 24 വീണ്ടും ജനത്തെയൊക്കെ വിളിച്ചുകൂട്ടി വീണ്ടും ജോഷുവ പറയുന്നുണ്ട്. മരണത്തിന്റെ അവസാനമായി 24-ാം അധ്യായത്തിൽ മരണം കാണാൻ പറ്റും. അവസാനം വരുമ്പോൾ മരണത്തിന്റെ അവസാനമായപ്പോൾ ഒരു ഡിക്ലറേഷൻ പറയാം. നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കണം, ജാഗ്രതയോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. വിടുതൽ കിട്ടി, നന്മ കിട്ടി, വാഗ്ദത്ത കരാർ കിട്ടി. കാരണം ഇതുവരെ ജയം കൊണ്ടുവന്ന ദൈവം നടത്തിയത്. ചെങ്കടലിൽ കൂടെ നടന്നു, യോർദാനിൽ കിടന്നു, യെരിഹോവിന്റെ മതിലിനെ ഉടച്ചു മാറ്റി. ഇടയ്ക്കിടയ്ക്ക് ശത്രുക്കൾ യുദ്ധം വന്നു, അവരെ എല്ലാം ദൈവം ശത്രുക്കളെ തോൽപ്പിച്ചു. ദൈവം ഇത്രത്തോളം ജയം തന്നു. പക്ഷെ ഇനി ദൈവത്തെ മറക്കരുത്, ഇനി വിട്ടുപോകരുത്, പറ്റി നിൽക്കണം, സ്നേഹിക്കണം. സത്യമേ നന്മ കൂടുതൽ കിട്ടിയോ കൂടുതൽ നീ പറ്റി നിൽക്കണം. കിട്ടിയത് മതി, പിന്നെ നോർമലി പോകരുത്, ചേർന്ന് നിൽക്കണം. ലവ്, അതാണ് ക്രിസ്ത്യൻ ലൈഫ്. എന്നിട്ട് 24 വരുമ്പോ പറയാ, ഒരു തീരുമാനം പറയാ. നദിക്ക് അക്കരെ വെച്ച് പലതിനെയൊക്കെ സേവിച്ചേ. അത് 24-ന്റെ 14-ഉം 15-ഉം വാക്യം നമ്മളിപ്പോ വായിച്ച പ്രധാന വാക്യം, കീ വേർഡ്സ്. നദിക്ക് അക്കരെ പലതിനെ നിങ്ങൾ സേവിച്ചു. നിങ്ങൾ തീരുമാനിക്കേ എന്തിനെ വേണോ. നിങ്ങൾ യഹോവയെ തന്നെ, അതിന്റെ അവസാനം 14 അവസാനം, യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യും. ഞാനൊരു കാര്യം പറയാം, പലതിനൊക്കെ ഉപേക്ഷിച്ചു ദൈവത്തെ തന്നെ നീ എന്ത് ചെയ്യണം? സേവിക്കണം. എന്നെ 15 പറയുന്നു, യഹോവയെ സേവിക്കുന്നത് നല്ലതല്ലെന്ന്. നിങ്ങൾക്ക് നല്ലതാണ് ദൈവത്തെ സേവിക്കുന്നത്. ഇനി നല്ലതല്ലെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആരെ സേവിച്ചോ. പക്ഷെ ഒരു കാര്യം പറയുന്നു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് ഇനി മറിച്ച് വേറെ വല്ലതും തോന്നിയെങ്കിൽ ചെയ്തോ. ദൈവത്തെ സേവിക്കുന്ന നല്ലത്. നല്ലതല്ല എന്ന് പറഞ്ഞ് പലതിലോട്ട് പോണെങ്കിൽ പൊക്കോ. മൊത്തം ചുറ്റും പോയാലും ജോഷുവ പറയാം, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് പകൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഈ 28-ാം തീയതി പരിശുദ്ധാത്മാവ് ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് നമ്മെ വിളിക്കുന്നു. ഹല്ലേലൂയ. ജോഷുവ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. വേറെ ആരെ, ഇനി ശ്രദ്ധിച്ചേ, വേറെ ആരും നോക്കുന്ന അച്ചാച്ചന്മാരോ ബന്ധുക്കളോ ചാർച്ചക്കാരോ ഇപ്പപ്പന്മാരോ സഹോദരങ്ങളോ സഹോദരിയോ ചേട്ടനോ ചേട്ടത്തിയോ ആരുടെ കാര്യം നോക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ വരുകയോ നിൽക്കുകയോ പോകുകയോ എന്തോ ചെയ്തോ, പക്ഷെ ഞാനും ഹല്ലേലൂയ മൈസെൽഫ് ഹല്ലേലൂയ ഞാനൊരു തീരുമാനമെടുക്കുന്നു. ആരൊക്കെ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയാലും ഞാനൊരു തീരുമാനമെടുക്കുന്നു, ഈ ദൈവത്തെ വിട്ടുമാറത്തില്ല. ഇന്ന് പകൽ ചിലതിനെ ദൈവം വിളിക്കുന്നു. ശക്തമായ ഒരു തീരുമാനം നിന്റെ ജീവിതത്തിന്റെ അകത്ത്, വേറെ ആരെ നോക്കാതെ ഞാനും. ക്രൗഡ് എന്ത് പറയുന്നു, ചുറ്റുപാട് എന്ത് പറയുന്നു, സാഹചര്യം എന്ത് പറയുന്നു നോക്കുന്നില്ല. പേഴ്സണൽ കമ്മിറ്റ്മെന്റ്. നോക്കി, വിടുതലിന്റെ തുടക്കം നമ്മൾ എടുക്കുന്ന തീരുമാനം. ചിലപ്പോ നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിൽ വീട്ടിലെല്ലാവരും ഒരുപോലല്ലോ. പാസ്റ്റർ, മക്കള്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, സാഹചര്യം ശരിയാ, എല്ലാവരും ഒരേ ലെവലിൽ വരണമെന്നില്ല. ആദ്യത്തെ തീരുമാനം നമ്മുടേതാണ്. നമ്മൾ പിടിച്ചോണം. ഞാനും കുടുംബം പറഞ്ഞതിന് ആദ്യം ഞാനും പേഴ്സണൽ. ജോഷുവ വേറെ ആരും നോക്കിയില്ല. നിങ്ങളൊരു തീരുമാനം എടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും കൂടെ കാണത്തില്ല. ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ നിന്നിലാണ് ദൈവ ചൈതന്യം വന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് നീ വെക്ക. ആര് വിട്ടുമാറിയോ വിട്ട് അത് വിഷയമല്ല. ഞാൻ തീരുമാനമെടുക്കും. പക്ഷെ ജോഷുവ അവിടെ കൊണ്ട് തീരുന്നില്ല. ജോഷുവക്കറിയ ഒറ്റയ്ക്ക് മാത്രമല്ല, അവന്റെ ഉള്ളിൽ ആഗ്രഹം ഞാനും. അടുത്ത കാര്യം പറയും, എന്റെ കുടുംബം. ഒന്ന് ഞാൻ തീരുമാനം എടുത്തു, അടുത്ത എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ എന്ത് ചെയ്യും? സേവിക്കും. അതൊരു തീരുമാനമാണ്. അതൊരു ടെമ്പററി ഇമോഷന്റെ പുറത്ത് പറയുന്നതല്ല, നിലനിൽക്കുന്ന ഒരു തീരുമാനം. കർത്താവേ നീ നന്മ തന്നല്ലോ. അപ്പൊ ഒരു ടെമ്പററി ആവശ്യത്തിന് മുമ്പിലല്ല, നിലനിൽക്കുന്ന ഒരു കവനന്റ് ആണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ചർച്ചിൽ വരുന്നതല്ല ദൈവത്തെ സേവിക്കുന്നത്. നമുക്ക് വേണം, ചർച്ച് അറ്റൻഡിങ് അല്ല. പകരം ഡെയിലി അനുസരണത്തിലും ദൈവസ്നേഹത്തിലും നടക്കുന്നതാണ് ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞത്. എല്ലാ മീറ്റിങ്ങിനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണതയിലേക്ക് വരുന്നില്ല. അത് വേണം, അത് വന്നാലേ പൂർണ്ണതയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ അനുദിന ജീവിതത്തിൽ അനുസരണത്തിലും
ദൈവസ്നേഹത്തിൽ നടക്കുന്നതാണ് റിയലി ദൈവത്തെ സ്നേഹിക്കുന്നത്. ഞാൻ ഇന്നത്തെ ടൈമിനെ മാനിച്ച് ചുരുക്കി ഒരു കാര്യം പറയാം. അതിന്റെ അർത്ഥം എന്താ? ആ കുടുംബമായി, ആദ്യം വ്യക്തിപരമായി, കുടുംബമായി, നമ്മുടെ വാക്ക്, ഇനി ശ്രദ്ധിച്ച്, നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ആക്ഷനും എന്തും ആയിക്കോട്ടെ, ദൈവത്തിന്റെ മഹത്വത്തെ തെളിയിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കുടുംബമാവും ഒറ്റപരമാവും, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തെ കാണിക്കുന്നതായിരിക്കും. ഇന്നൊരു തീരുമാനമെടുക്കണം. എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ വിളിച്ച ദൈവത്തിന്റെ മഹത്വം പുറത്തു വരും. അതിന് ജോഷുവ എടുത്തതാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതെന്താന്ന് പറഞ്ഞു ഇന്നത്തെ മെസ്സേജിലേക്ക് വരാം. ഒറ്റ വാക്കിൽ ജോഷുവ കുടുംബമായി ജീവിതത്തിൽ ഒരു യാഗപീഠം പണിതു. അവർക്ക് പറയാം, യാഗപീഠം പണിയ. ജോഷുവയുടെ പ്രത്യേകത, എപ്പോഴൊക്കെ ജീവിതത്തിൽ ഇതിന്റെയൊക്കെ കാരണം ദൈവവുമായിട്ടൊരു ബന്ധം, ഒരു യാഗപീഠം. ഒരു വാക്ക് ശ്രദ്ധിച്ച്, ജോഷുവ 8:30-31. ഹായ് പട്ടണമൊക്കെ പിടിച്ചൊരു വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോ ജോഷുവ 8:30-31 വായിക്കും. 30-31. അനന്തരം യോശുവ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. 31. യഹോവയുടെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും, പണ്ട് മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ട് ഒരു യാഗപീഠം തന്നെ അവർ അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ച്. ജോഷുവ ഒരു യാഗപീഠം പണിതു. അധികം ചെത്താത്ത, ഇരുമ്പ് തൊടാത്ത കല്ലുകൊണ്ട് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. അപ്പൊ ജോഷുവയുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ദൈവം വിജയം തരുന്നോ, എപ്പോഴൊക്കെ ദൈവം ഇടപെടുന്നോ, അടുത്ത മിനിറ്റുകളിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ഇന്നത്തെ ദൂതിലേക്ക് വരാൻ പോകാം. നമ്മളൊരു യാഗപീഠം പണിയണം. ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ ജനം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവം അവരോട് സംസാരിക്കുമ്പോൾ, ദൈവം അവരോട് എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ, അവർ ദൈവത്തോട് സംസാരിക്കുക, ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അടയാളത്തിന്റെ ഭാഗമായി വ്യക്തികൾ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ബൈബിൾ ഉടനീളം കാണാം, യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ദൈവം ഇടപെട്ട് വരുമ്പോൾ, ദൈവം സംസാരിക്കുമ്പോൾ തിരിച്ച് ദൈവത്തോട് ഉടമ്പടി പോലെ പറയാനായി, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തോട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേഷൻ, ഇതിന്റെയൊക്കെ പേരിൽ യാഗപീഠം പണിയുന്നത് നമുക്ക് പഴയ നിയമത്തിൽ ഭയങ്കരമായി കാണാൻ പറ്റും. എന്റെ പുതിയ നിയമത്തിലേക്കും വരാം. അപ്പൊ എന്താ, പഴയ നിയമത്തിലേക്ക് വരുമ്പോ യാഗപീഠം പറഞ്ഞാൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. അതിലെ പ്രത്യേകത വെച്ചാൽ കല്ലുന്നതാ, സ്ട്രോങ്ങാ. ഒന്ന് പണിഞ്ഞാൽ, ആ യാഗപീഠം പണിഞ്ഞാൽ അവിടെ ഇരിക്കും, സ്ട്രോങ് സാധനം. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇത് ദൈവമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ്. ഒരിക്കലും ഉടയാത്ത, ഒരു ദിവസം പോലും തകരാത്ത, ഒരു മാസം പോലും ഇല്ല ഉടഞ്ഞു പോകാത്ത യാഗപീഠങ്ങൾ നമ്മുടെ കാലത്ത്, നമ്മുടെ ജീവിതത്തിൽ പണിയണം. ബൈബിൾ ഉടനെ പരിശോധിക്കുമ്പോൾ ദൈവജനങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ, ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ യാഗപീഠം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ യാഗപീഠം എന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തോട് നമ്മളോട് തമ്മിലുള്ള ബന്ധം, നമ്മുടെ കുടുംബം, നമ്മൾ ദൈവമായിട്ട് ഒത്തുചേരുന്ന അനുഭവമാണ് യാഗപീഠം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്മരണ പുലർത്തുന്ന ദൈവമായിട്ടുള്ള വ്യക്തിബന്ധമുള്ള അനുഭവം. ഇന്നത്തെ മെസ്സേജ്, നമുക്ക് വ്യക്തിപരമായ ഒരു യാഗപീഠം ഉണ്ടായിരിക്കണം. അടുത്തിരിക്കും തൊട്ടുപെടാ, യാഗപീഠം പണിയണം എന്ന് പറഞ്ഞ വീട്ടിൽ വ്യക്തിപരമായും പണിയണം, കുടുംബമായിട്ട് പണിയണം. എന്താന്ന് ഞാൻ പറഞ്ഞുതരാൻ പോവാ. പറഞ്ഞുതരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് ഒരു വലിയ തീ ഇതിൻ്റെ അകത്ത് ഇറങ്ങും. മനസ്സിലാകാൻ സാവധാനത്തോടെ പറയാൻ പോവാ. യാഗപീഠം പണിയണം, ബൈബിളിലെ തെളിവോടെ പറയാൻ പോവാ. പുതിയ നിയമത്തിന്റെ യാഗപീഠം എന്താന്ന് ഞാൻ പറയാൻ പോവാ. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, ദൈവസന്നദ്ധിയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ
ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തോട് കമ്മിറ്റ്മെന്റ് പറയുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും നീ ഒരു സ്ഥലം കണ്ടെത്തണം, സമയം കണ്ടെത്തണം. കല്ലുകൊണ്ട് യാഗപീഠം പണിതുപോലെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള നിലനിൽക്കുന്ന ബന്ധത്തിൽ ഒരു ദിവസം പോലും തകർന്നു പോകാതെ, ഒരാഴ്ചയുടെ ആവേശം കൊണ്ട് തീരാതെ ഒരു യാഗപീഠം നിങ്ങൾ പണിയണം. നിങ്ങളുടെ കുടുംബം പണിയണം. കുടുംബം മൊത്തത്തിൽ പണിയാൻ ആദ്യം പറ്റത്തില്ലായിരിക്കാം. ആദ്യം നിങ്ങൾ യാഗപീഠം പണിത് തുടങ്ങിക്കോ. ദൈവം അധികം താമസിക്കാതെ കൂടാരമായി യാഗപീഠം പണിയാൻ ദൈവം അവസരത്തെ ഒരുക്കും. എന്തിനാ അങ്ങനെ പണിയുടെ കാര്യം എന്താ? ഇവിടെ പറഞ്ഞ ജോഷുവ പണിയാൻ കാരണം മോശയോട് ദൈവം കൽപ്പിച്ചതുപോലാണ് എന്ത് ചെയ്തത്? എന്തിനാ നമ്മൾ യാഗപീഠം പണിത്? എന്നിട്ട് ആ പുതിയ നിയമത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ പോവാം. പുറപ്പാട് 20-ന്റെ 22, 23, 24 വാക്യങ്ങൾ വായിച്ചു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 22, 23, 24. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം. എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നും നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. എന്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ ഒരു ദേവന്മാരെയോ ഉലകത്തിലുള്ള ഒന്നിനെയും നിങ്ങൾ ഉണ്ടാക്കരുത്. പകരം എന്തുണ്ടാക്കണം? എന്ത് പണിയണം? അടുത്തത്, എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. നിന്നെ തന്നെ സമർപ്പിക്കണം. റോമർ 12 നമ്മൾ വായിച്ചത് സമർപ്പിക്കണം. അടുത്തത്, ഞാൻ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. അവന്റെ അവസാനത്തെ ലൈൻ നോക്കിക്കോണം. എല്ലാവരും ശ്രദ്ധിച്ചോണം. ദൂതിലേക്ക് വരിക. ഹല്ലേലൂയ. നീ യാഗപീഠം പണിതാൽ, നീ കണ്ടതിനെ അതും ഇതും ഒന്നും പണിയാതെ, പ്രമാണം വിട്ടതിനെ പണിയാതെ, നീ എൻ്റെ നാമത്തിൽ എവിടെ ആരാധന കഴിപ്പിക്കുന്നോ, എവിടെ സമർപ്പിക്കുന്നോ, എവിടെ എൻ്റെ നാമത്തെ ഉയർത്തുന്നോ, എൻ്റെ നാമത്തിൽ സ്മരണ സ്ഥാപിക്കുന്ന, എന്നെ എവിടെ ഓർക്കുന്നോ, അത് നിന്റെ വീട്ടിലെ ചെറ്റപ്പുരയുടെ ഒരു വീടിന്റെ റൂമിന്റെ അകത്തായിരുന്നാലോ, ചോർന്നലിക്കുന്ന വീട്ടിന്റെ അകത്തായിരുന്നാലോ, നീ എവിടെ എൻ്റെ നാമത്തെ സ്മരിക്കുന്നോ, ആ വാക്ക് ശ്രദ്ധിച്ചോ, ആ സ്ഥലത്ത് നിന്റെ അടുക്കൽ ഞാൻ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് പകൽ നീ ഒരു യാഗപീഠം പണിയാൻ തയ്യാറാണോ? ഹല്ലേലൂയ. അത് ഓഫീസിലാകാം, അത് വീട്ടിലാകാം. ഇനി വീട്ടിൽ ശല്യം ഉണ്ടെങ്കിൽ ഇത് സ്വന്തം വണ്ടിക്കകത്താകാം. നീ എവിടെ നിന്ന് സ്ഥിരമായി പ്രാർത്ഥന ഉയരുന്നോ, എവിടെ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നോ, എവിടെ നീ ആരാധിക്കുന്നോ, എവിടെ എൻ്റെ ദൈവത്തിന് വേണ്ടി ഓൾട്ടർ പണിയുന്നോ, ദൈവം അത് കണ്ട് അവന്റെ അടുക്കൽ വന്ന് അവനെ അനുഗ്രഹിക്കും. മനസ്സിലായോ? ക്രിസ്തീയ ജീവിതം വെറുതെ ജീവിച്ചു പോകുകയല്ല, നീ ഒരു യാഗപീഠം പണിയണം. കാരണം എവിടെ എൻ്റെ നാമത്തെ ഉയർത്തുന്നോ അവിടെ ഞാൻ വന്ന് അനുഗ്രഹിക്കും. ഇന്ന് പകൽ ചിലരോട് പറയാം, വീട്ടിൽ യാഗപീഠം പണിതു തുടങ്ങിക്കോ, നീ വ്യക്തിപരമായി യാഗപീഠം പണിതു തുടങ്ങിക്കോ, എൻ്റെ കർത്താവ് വന്ന് അനുഗ്രഹിക്കും. പഴയ നിയമത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ അബ്രാഹാമിനുണ്ടായിരുന്ന സ്വഭാവം, അബ്രാഹാമിനെ ദൈവം അനുഗ്രഹിച്ചു കഥകളൊക്കെ നമ്മൾ പറയാം. അബ്രാഹാം ഈ സ്വഭാവം ഉണ്ടായിരുന്നു. എപ്പം ദൈവം ഒരു ദൂത് പറഞ്ഞാലും, എപ്പം ദൈവമായിട്ടൊരു ഏറ്റുമുട്ടുണ്ടായാലും, ദൈവം ഒരു വാഗ്ദത്തം വന്നാലും, വിടുതൽ കിട്ടിയാലും, എന്തിനും വന്നാലും യാഗപീഠം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കും. ദൂത് പറയുമ്പോൾ ആരാധിക്കും, കിട്ടിക്കഴിയുമ്പോൾ ആരാധിക്കും, പ്രോമിസ് കേൾക്കുമ്പോൾ ആരാധിക്കും, ഹൃദയം നുറങ്ങി ദൈവത്തിന് ആരാധിക്കും. ഏത് സമയത്തും എവിടെ പാർക്കുന്നോ അവിടെ യാഗപീഠം പണിത് ആരാധിക്കും. അന്ന് കൂടാരമില്ലേ, എവിടെ കൂടാരം അടിക്കുന്നോ യാഗപീഠം പണിത് അന്നത്തെ ഓഫറിങ് ഇതാ, ആടയോ കാളയോ എന്ന് അർപ്പിച്ച് ദൈവത്തിന്റെ നാമത്തെ ഓർത്ത്. ഇനി നമുക്ക് ആടും കാളയൊന്നും ഓർക്കണ്ട, പകരം ഒരിക്കൽ യാഗമായി യേശു ക്രിസ്തു കാൽവരി യാഗമായി അവന്റെ നാമത്തെ ഉയർത്തി എവിടെ കണക്ട് ആകുന്നോ അവിടെ യാഗപീഠം പണിയാണ്. ഉൽപ്പത്തി പുസ്തകം കിടപ്പുണ്ട്. ഉൽപ്പത്തി 12-ന്റെ 7-8 വാക്യങ്ങൾ ദൈവം പറയുന്നുണ്ട്, നിനക്ക് ഈ ദേശം തരും, പക്ഷെ അവിടെ അപ്പോൾ ശത്രു ഉണ്ട്. അപ്പോൾ ഉൽപ്പത്തി 12-7-8 ഒന്ന് വായിച്ചേ. യഹോവ അബ്രഹാമിനെ
പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്നും ബേഥേലിന് കിഴക്കുള്ള പ്രത്യക്ഷമായ സ്ഥലത്ത് ദൂത് പറഞ്ഞ സ്ഥലത്ത് യാഗപീഠം പണിതു. അടുത്തത് 8. അവൻ അവിടെ നിന്നും ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. എവിടെ കൂടാരം അടിച്ചോ അവിടെ എന്ത് ചെയ്തു? ഒരു യാഗപീഠം പണിതു. യാഗപീഠം പണി ദൈവത്തെ ആരാധിച്ചു. അവ ആയിരുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് പോയപ്പോഴും ദൈവത്തെ എന്ത് ചെയ്യും? ആരാധിച്ചു. യാഗപീഠം പണിത് ആരാധിച്ചു. ഇനി 13 വായിക്കുമ്പോഴുണ്ട്. 13, 2, 3, 4, 17, 18 എല്ലാം ഉണ്ട്. 18 പറയുന്നുണ്ട്, അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെയും യഹോവയ്ക്ക് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. എവിടെ താമസിക്കുന്നു, എവിടെ ദൂത് വെക്കുന്നു കേൾക്കുന്നു, അവിടെ ആരാധിച്ചു. നമ്മുടെ സാഹചര്യം എന്തു ആയിക്കോട്ടെ, എവിടെ ആയിരുന്നോട്ടെ, ഇന്നു മുതൽ യാഗപീഠം ഉയരണം. ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. എന്താന്നിലേക്ക് വരാൻ പോയ മനോഹരമായ ഒരു വചനമുണ്ട്. സങ്കീർത്തനം 43:4. സങ്കീർത്തനം 43:4. 43:4. Psalms 43 verse 4. ഞാൻ ദൈവത്തിന്റെ പീഠത്തിലേക്ക് then I will go unto the altar of God. ഞാൻ ദൈവത്തിന്റെ യാഗപീഠത്തിലേക്ക് ചെല്ലും, പീഠത്തിലേക്ക് ചെല്ലും. എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്കും ചെല്ലും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. ഓക്കേ. ഭക്തൻ പറയാണ്, സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ ദൈവത്തിന്റെ പീഠത്തിലേക്ക് ചെല്ലും. ദൈവത്തിന്റെ യാഗപീഠത്തിലേക്ക് ഞാൻ ചെല്ലും. അവിടെ എന്റെ പരമാർത്ഥ ദൈവത്തിങ്കിലേക്ക് ചെയ്യും, പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ഞാൻ ദൈവത്തെ കിന്നരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കും. ഭക്തൻ പറയാ, ഞാൻ ഓടി യാഗപീഠത്തിലേക്ക് അടുത്ത് ചെല്ലും. അവിടെ ചെന്ന് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. എന്താണ് യാഗപീഠം? ഇനി നമ്മുടെ യാഗപീഠത്തിലേക്ക് വരും. നമുക്കിനി അർപ്പിക്കാൻ ഒരു യാഗപീഠത്തിൽ മൃഗം വേണ്ട. യേശു ഒരിക്കലും യാഗം. നമ്മൾ കല്ലുകൊണ്ടൊരു യാഗപീഠം പണിയണ്ട, പകരം ആത്മാവിൽ ചിലത് പണിയണം. എന്താണ് നമ്മുടെ യാഗപീഠം? നമ്മുടെ വീട്ടിൽ നിന്നു മുതൽ നിങ്ങൾ എല്ലാവരും ഒരു യാഗപീഠം പണിയണം. ഇനി ശ്രദ്ധിച്ചേ, ഇനി ഗൗരവമായി ശ്രദ്ധിച്ചേ. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ അബ്രഹാം പണിതുപോലെ, പിതാക്കന്മാർ പണിതുപോലെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിന് ഒരു സമയം കണ്ടെത്തണം. ഇനി ശ്രദ്ധിച്ചേ, ഏത് സമയത്തും പ്രാർത്ഥിക്കാം, പക്ഷെ നിങ്ങളുടെ സമയം അനുസരിച്ച് ഒരു യാഗപീഠം വ്യക്തിപരമായി നിങ്ങളുടെ കുടുംബത്തിൽ ഉയരണം. അത് വീട്ടിലെ റൂമാകാൻ സാഹചര്യം, എപ്പോഴും ദൈവമായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ, ദൈവത്തിന്റെ കണി നോക്കും. ഇന്ന മകനെ ഈ 24 മണിക്കൂറിനിടയിൽ ഇന്നൊരു സമയത്ത് എനിക്ക് കിട്ടും എന്ന് തോന്നുന്ന രീതിയിൽ ഒരു യാഗപീഠം നിങ്ങൾ പണിയണം. കുടുംബമായിട്ടുണ്ട്. അത് രാത്രിയിലാകാം, രാവിലെ ആകാം, രാത്രിയാവാം, അത് ഏത് സമയത്തായിക്കോട്ടെ, അതും വേണം. പക്ഷെ നിങ്ങളെ വ്യക്തിപരമായി ദൈവത്തിന് കിട്ടുന്ന ഒരു യാഗപീഠം ഉണ്ടായിരിക്കണം. അത് സമയം സാഹചര്യം എന്തോ ആയിക്കോട്ടെ. അത് ഒന്നാമത് യാഗപീഠം പണിയാ. എല്ലാവരും ശ്രദ്ധിച്ചേ, ദൈവവചനത്തിന്റെ ധ്യാനമില്ലാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. യാഗപീഠം പണിയാൻ പോവാ, ഡെയിലി ദൈവവചനം ധ്യാനിക്കണം. വചനത്തിന്റെ നിറവ് വ്യക്തിപരമായ ജീവിതത്തിലും വീട്ടിലും ഉണ്ടായിരിക്കണം. 2, പ്രാർത്ഥന. നിങ്ങൾ ഇന്നോട്ടൊന്ന് സെറ്റ് ചെയ്തേ. ചിലര്, ഞാൻ ഉദാഹരണം പറയാം, ചിലരുടെ യാഗപീഠം അവർ നിങ്ങളുടെ സമയമാണ് പറ്റുമോ നോക്കണം. ചിലരെ കണ്ടാൽ ദൈവം മേളിൽ നോക്കുമ്പോ, അല്ലെങ്കിൽ ഒരാൾ നോക്കുമ്പോ, രാവിലെ 5 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ചിലരെ യാഗപീഠത്തിൽ കണ്ടിരിക്കണം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ആ സമയത്താണ് ഏറ്റവും നല്ലത്. അതിന്റെ യാഗപീഠം ഉയരുകയാണ്, നിന്റെ വീട്ടിൽ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ പോട്ടെ, രാവിലെ തിരക്കുള്ളവരാ, എന്നാൽ രാത്രി 10 മണി അല്ലെങ്കിൽ രാത്രി 12 മണി ഏതെങ്കിലും ഒരു സമയം ഉണ്ടെങ്കിൽ അത് നീ യാഗപീഠത്തിലായിരിക്കണം.
നിന്റെ വ്യക്തി അല്ലെങ്കിൽ പോട്ടെ പകല് ജോലി തിരക്ക് സഹോദരിമാർ, ഇനി പകൽ 11 മണിക്കോ ഉച്ചയ്ക്ക് 12 മണിക്കോ 2 മണിക്കോ ഏത് സമയമായിക്കോട്ടെ ഒരു യാഗപീഠം നിനക്കുണ്ടായിരിക്കണം. വെറുതെ ജീവിതത്തിൽ വന്ന് എന്തെങ്കിലും വന്നു ആഴ്ചയിൽ ഒരു ദിവസം മീറ്റിംഗ് വന്ന് പ്രശ്നം വരുമ്പോ മാത്രം പ്രാർത്ഥിച്ചു പോകാനല്ല. ക്രിസ്തീയ ജീവിതത്തിൽ ചിലതിനെ ദൈവം വിളിക്കുന്നു, നീ യാഗപീഠം പണിയണം. പൂർവ്വപിതാക്കന്മാർ യാഗപീഠം പണിതെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഒരു യാഗപീഠം, ബിൽഡ് ആൻ ആൾട്ടർ. സമയം നമ്മൾ തീരുമാനിക്കാം, ഓരോരുത്തരുടെ വ്യക്തിപരമായ സമയം. യാഗപീഠം പണം, പ്രാർത്ഥന, വചനദാനം, അതുപോലെ ആരാധന, ദൈവത്തെ സ്തുതിക്കുന്നത്. സങ്കീർത്തന ഒരു വാക്യം 119 147 148. സങ്കീർത്തനം 119 147 148. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. എഴുന്നേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണുകളെ യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നൊരു തീരുമാനമെടുക്കണം. ആദ്യം നിങ്ങൾ ഒരു യാഗപീഠം പണിയണം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എവിടെയെങ്കിലും യാഗപീഠം ഉടഞ്ഞു കിടക്കുകയാണോ? വ്യക്തിപരമായ പ്രാർത്ഥനയും ആരാധനയും ഇല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? റെഡിയാക്കിയോ? ഈ ദിവസങ്ങൾ റെഡിയാക്കിയോ? നിന്റെ യാഗപീഠത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി ഇറങ്ങാൻ പോയ എന്താ നമ്മൾ വായിച്ചത് പുറപ്പാട് പുസ്തകത്തിൽ? എന്റെ സ്മരണ പുതുക്കുന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങി വന്ന് ദൈവം അനുഗ്രഹിക്കും. കുടുംബങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും യാഗപീഠം വ്യക്തിപരമായി കുടുംബപരമായി ഉയർന്നാൽ ഒരു കാര്യം പറയാം, ദൈവം ഇറങ്ങി വരുമെന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. പ്രാർത്ഥനയും ആരാധനയും വീട്ടിൽ ഉയർന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വരും. വെറുതെ അല്ല, നിന്നെ അനുഗ്രഹിക്കും. 2026 ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ കൂടാരത്തിൽ ദൈവം ഇറങ്ങി വരാൻ സമയമായി. ഹല്ലേലൂയ. നമുക്ക് കല്ലും മണ്ണും കൊണ്ടിട്ടുള്ള അനുഭവങ്ങളില്ല. പക്ഷെ നിന്റെ വീട്ടിൽ ഒരു ചെറിയ റൂമാകാം, ചെറിയ സ്ഥലമാകാം, ചെറിയ അനുഭവമാകാം. എൻ്റെ ദൈവവുമായി ബന്ധപ്പെടാൻ നിനക്കൊരു സ്ഥലമുണ്ടായിരിക്കണം. നീ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവരായിരിക്കണം. നിന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥന ഉയരട്ടെ, വചനദാനം ഉയരട്ടെ, ആരാധന ഉയരട്ടെ. യാഗപീഠത്തിൽ നിന്ന് സ്തുതികളും സ്തോത്രങ്ങളും വരുമ്പോൾ അത് കേട്ടിറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ പോവുക. അടുത്ത വർഷത്തേക്ക് ദൂത് പറയാൻ പോവുക. ദൈവത്തിന്റെ സ്മരണ എവിടെ പുതുക്കുമോ അവിടെ ദൈവം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കും എന്നാ പറഞ്ഞത്. ഞാൻ ആഗ്രഹിക്കുന്നു 2026 യാഗപീഠം പണിയുന്ന സകല കുടുംബത്തിന്റെ മീതെ എന്റെ ദൈവം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ബൈബിളിലുണ്ട്, ഒബേദെദോമിന്റെ ഭവനം എന്നൊരു ഭവനമുണ്ട്. ദൈവത്തിന്റെ പെട്ടകം 3 മാസം 90 ദിവസം ഇരുന്നുള്ളൂ. ദാവീദ് രാജാവിന് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വെച്ചിട്ടങ്ങ് പോയതാ. പിന്നീട് വന്ന് എടുക്കാന്ന് പറഞ്ഞ് ഇവന്റെ വീട്ടിൽ കൊണ്ടുവച്ചതാ. ഒബേദെദോമിന്റെ ഭവനത്തിൽ 90 ഡേയ്സ്. എന്താ ഇത് കാണിക്കുന്നേ? മന്ന ഇട്ട് വിത്ത പൊൻപാത്രവും നിയമത്തിന്റെ പലകളും അഹരോന്റെ തടുത്ത വടിയൊക്കെ ഉള്ള ദൈവത്തിന്റെ നിയമപ്പെട്ടകം. അതായത് ദൈവ സാന്നിധ്യത്തെയും പ്രാർത്ഥനയും വചനത്തെയും കാണിക്കുന്ന ആരാധനയും പ്രാർത്ഥനയും ദൈവ സാന്നിധ്യവും വചനവും ആ കുടുംബത്തിനൊക്കെ തിരുന്നപ്പോ 90 ദിവസം കുടുംബം തിരിഞ്ഞു മറിഞ്ഞു. അവനുള്ളതിനെ സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. എന്നിട്ട് വാർത്ത കേട്ട് കൊട്ടാരത്തിൽ നിന്ന് രാജാവ് എത്തുകയാണ് ഇത് തിരിച്ചു കൊണ്ടുപോകാൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ നിന്റെ വീട്ടിൽ ചിലത് തിരഞ്ഞെത്തും. ഹല്ലേലൂയ. 3 മാസം ഇരുന്നതേ ഉള്ളൂ. ഒബേദെദോം നോക്കുമ്പോ ഇതുവരെ കാണാത്തത് എന്റെ വീട്ടിൽ കാണാൻ തുടങ്ങി. കാരണം പ്രാർത്ഥനയും ദൈവ സാന്നിധ്യവും ആരാധനയും കാണിക്കുന്ന പെട്ടകം ഇരിക്കാൻ തുടങ്ങി. അവൻ അതിനെ ഭക്തിയോടെ കാണാൻ തുടങ്ങി. 90 ഡേയ്സ് കൊണ്ട് വീട് തിരിഞ്ഞു മറിഞ്ഞു. വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്നു മുതൽ യാഗപീഠം പണിതോ വരുന്ന 90 ദിവസത്തിനകം നമ്മുടെ കൂടാരങ്ങളുടെ മേൽ അത്ഭുതം തിരിഞ്ഞു മറിയും. യാഗപീഠം ഉയര്, യാഗപീഠം ഉയര്.
അയ്യോ എല്ലാരും കണ്ടില്ല, വേണ്ട, ആദ്യം നീ പണിയ്. നീ പ്രാർത്ഥിക്കാൻ സമയം ഏറ്റെടുക്കുക, ആരാധിക്കാൻ സമയം ഏറ്റെടുക്കുക, സ്തുതിക്കാൻ സമയമെടുക്കുക. നിന്റെ വീട് യാഗപീഠം പണിയ്. ഈ പെട്ടകം ഇരുന്ന് ഒബേദാവിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഒരു ദിവസം 90-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോ ഒബേദാവിന്റെ വീടിന്റെ മുമ്പിൽ ഒരു മുട്ടൽ. വാതിൽ തുറന്നു വെക്കുമ്പോ രാജകൊട്ടാരത്തിന് ആൾക്കാരായി, പെട്ടകം ഞങ്ങൾക്ക് വേണം. ഇന്ന് പകലൊരു ദൂത് പറയാം, നീ യാഗപീഠം പണിതു തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദൈവപ്രവൃത്തികൾ നിന്റെ ഭവനത്തിൽ വന്ന് മുട്ടും. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ വന്ന് മുട്ടും. ഇത് ആരോടോ ദൈവം ദൂത് പറയുന്നു. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ 2026 ചില ദൈവപ്രവൃത്തികൾ നിന്റെ വീട്ടിൽ വന്ന് മുട്ടുന്ന, പ്രതീക്ഷിക്കാത്ത ഡോറുകൾ വന്ന് മുട്ടുന്ന ഒരു സീസൺ ദൈവം ഓപ്പൺ. ഏതോ കുടുംബങ്ങളോട് പറയുന്നു, നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, യാഗപീഠം ഉയരാൻ തയ്യാറായാൽ, ദൈവം പ്രവചിക്കുന്നു, നിന്റെ വീട്ടിൽ വന്ന് ചിലത് മുട്ടാൻ പോവുക, വാഗ്ദത്തങ്ങൾ വന്ന് മുട്ടാൻ പോവുക, നന്മകൾ വന്ന് വിട്ടാൻ പോവുകയാണ്. പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങൾ, വിവാഹങ്ങൾ നടക്കട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ. നിനക്ക് വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ, നന്മയുടെ ഡോറുകൾ തുറക്കട്ടെ. യാഗപീഠമുള്ള വീട്ടിന്റെ പ്രത്യേകത, യാഗപീഠം പണിതാൽ ദൈവസാന്നിധ്യം കൊണ്ട് ആ വീട് നിറയും. എന്താ ദൈവസാന്നിധ്യം കൊണ്ട്? ഇന്ന് രാത്രി മുതൽ യാഗപീഠം പണിയണം. കുടുംബമായിട്ടും പണിയണം, വ്യക്തിപരമായിട്ടും പണിയണം. ഞാനും എന്റെ കുടുംബം ആദ്യം നമ്മൾ പണിയണം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ സമയം വേണം. നിങ്ങൾ ആരാ, നിനക്ക് നിന്റെ ദൈവമായിട്ടൊന്ന് പറയാൻ ബന്ധം വേണം. നിന്റെ ഹൃദയത്തെ തുറക്കാൻ ദൈവമായിട്ടൊരു റിലേഷൻ, ആ ഉടമ്പടി ഓർക്കുന്ന, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഓർപ്പിക്കുന്ന, ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പറയുന്നു, ഒരു യാഗപീഠം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എല്ലാരും ശ്രദ്ധിച്ചേ. ദൈവസാന്നിധ്യം നിറയും വ്യക്തികളിൽ, വീടിൽ. 2, ദൈവത്തിന്റെ ഗൈഡൻസ്, ദൈവത്തിന്റെ വഴികാട്ടൽ ലഭിക്കും. 3, ദൈവത്തിന്റെ സംരക്ഷണം. അതിനേക്കാൾ അപ്പുറം ദൈവത്തിന്റെ സമാധാനം കൊണ്ട് ആ വ്യക്തിയെ, വീടിനെ ദൈവം നിറയ്ക്കും. അങ്ങനെ നമ്മൾ നിറയുമ്പോ തലമുറകളിലേക്ക് നിറയാൻ തുടങ്ങും. അബ്രാം ഈ സ്വഭാവം ഉണ്ട്. അതിന്റെ സ്വഭാവം തന്നെയാണ് ബൈബിൾ പഠിച്ചു നോക്കുമ്പോൾ ഇസഹാക്കിനും യാക്കോബിനും മോശയ്ക്കും വരുന്ന സന്തതി തലമുറകൾക്ക് മുഴുവൻ യാഗപീഠം കൊണ്ട് ദൈവം ആരാധിച്ചു. നമ്മൾ കാണിച്ചാൽ തലമുറകളും അത് തുടരും. അവർക്ക് മനസ്സിലാണ് നമ്മൾ സീരിയസ് ആണെന്ന്. അപ്പൊ അവർക്കും ആ സീരിയസ് വരും. യാഗപീഠം ഉയരണം. ഒരു കാര്യം ഇവിടെ പറഞ്ഞ യാഗപീഠത്തിന്റെ കാര്യം പ്രാർത്ഥിക്കാൻ പോവാം. അബ്രാമിന് മുമ്പേ നമുക്ക് നോഹയിൽ ഇത് കാണാൻ പറ്റും. നോഹയെ നമുക്കറിയാം, ജലപ്രളയത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? നോഹയും കുടുംബത്തെ ദൈവം എന്ത് ചെയ്തു? എന്നിട്ട് ആ പെട്ടകത്തെ ദൈവം ആ കുടുംബത്തെ ഓർത്ത് കാറ്റടിപ്പിച്ച് വെള്ളം നിലച്ച് പെട്ടകത്തെ അറാറത്ത് പർവ്വതത്തിൽ ദൈവം എന്ത് ചെയ്തു? ഉറപ്പിച്ചു. സമയമായപ്പോ പെട്ടകത്തിന് ദൈവം എന്ത് ചെയ്തു? പുറത്തു. ഇത് കഴിഞ്ഞപ്പോ വിടുതൽ കിട്ടിയപ്പോ, ഇനി ശ്രദ്ധിച്ചാൽ, വിടുതൽ കിട്ടി കഴിഞ്ഞപ്പോ മനോഹരമായ ഒരു വാക്കുണ്ട്. ഉൽപ്പത്തി 8:20 മുതൽ 22 വരെയുള്ള വചനം വായിച്ചു. ഒരു മിനിറ്റ് എല്ലാവരും ശ്രദ്ധിച്ചു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20 മുതൽ 22 വരെ. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. ശ്രദ്ധിച്ച, നോഹ ദൈവത്തിന് യഹോവയ്ക്ക് എന്ത് ചെയ്തു? യാഗപീഠം പണിതു. ശുദ്ധിയുള്ളത് സകല മൃഗത്തെയും പറവകളെയും എടുത്ത് എന്ത് ചെയ്തു? യാഗപീഠത്തിന് മേൽ ഹോമയാഗം അർപ്പിച്ചു. 21 ശ്രദ്ധിച്ച്, 21 എല്ലാവരും ശ്രദ്ധിച്ച്. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ വാക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവം മേളിൽ നിൽക്കുമ്പോ
ഒരു സ്മെല്ല്. നമുക്ക് അല്ലേ, എനിക്കൊന്ന് സഹോദരിമാരെക്കാൾ കൂടുതൽ സഹോദരന്മാർക്കാണ് ആ കഴിവുള്ളത്. എന്തുള്ളത്? വീട്ടിൽ 12:30 ആകുമ്പം ഒരു കറി ഉണ്ടാക്കുമ്പോൾ ആ സ്മെല്ല് സഹോദരന്മാർ കേൾക്കുമ്പോൾ അറിയാം. സഹോദരിമാർക്ക് ഉപ്പിട്ട് നോക്കണം, വായിലോട്ട് വെക്കണം. സഹോദരന്മാർക്ക് കേൾക്കുമ്പോഴേ അറിയാം ഉപ്പാണോ കുറഞ്ഞത്, പുളി കൂടിയോ എരി കൂടിയോ. ആ മണം കേൾക്കുമ്പോൾ അറിയാം. അതെന്താന്ന് എന്നോട് നീ കൂടി ചോദിക്കരുത്, അതങ്ങനെ. ഓക്കെ, മറ്റവർക്ക് തൊട്ട് നോക്കണം. നമുക്ക് കാണാനും അറിയാം, നോക്കിയാലും അറിയാം, മണത്താലും അറിയാൻ്റെ കുഴപ്പം എന്തുവാണ്. അപ്പം യാഗപീഠത്തിന്റെ സൗരഭ്യം ഉയർന്നപ്പോ യഹോവ മണത്തു. ഭൂമി യാഗത്തിന്റെ മണം കേറിയപ്പോ ദൈവം മണത്തു. ഇന്ന് പകൽ നിന്റെ വീട്ടിൽ യാഗപീഠത്തിൽ ആരാധനയും സ്തുതിയും ഉയരുമ്പോ മേളിൽ സൗരഭ്യ വാസനയായി ചെല്ലും. അടുത്തത് യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. ഇനി ഞാൻ ശപിക്കത്തില്ല. യാഗപീഠം ഉണർന്നു കഴിഞ്ഞപ്പോ പറയാം, ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, ശപിക്കത്തില്ല. അടുത്തത് മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല. ഭൂമിയുള്ള കാലത്തോളം, ഇനി ദൂത് പറയാം, ഭൂമിയുള്ള കാലത്തോളം വീതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകലും രാവും പകലും നിന്നു പോകാതെ മഞ്ഞും മഴയും വെയിലും മാറി വരാൻ കാരണമുണ്ട്. ഓ പിതാവായ നോഹ എന്റെ ദൈവത്തെ യാഗപീഠം പണിത് ആരാധിച്ചു. ഇന്ന് പകലൊരു ദൂത് പറയാണ്, നിന്റെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ആരാധനയുടെ സൗരഭ്യവാസന ഉയർന്ന ചില നന്മകൾ നിന്നു പോകാതെ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ യാഗപീഠ ദൈവം അത് ഓർത്ത് അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി മുതൽ ഉയരത്തിന് സ്മെല്ല് പിടിക്കണം. ആരാധനയുടെയും പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരട്ടെ. നന്മ എത്തേണ്ടടുത്ത് എത്തും, തക്ക സമയത്തെത്തും. മുടങ്ങിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. വേറൊരു ഗുണമുണ്ട്. യാഗപീഠം പീഠത്തിൽ ആരാധിച്ചാൽ ഈ ദുഷ്ടശക്തികൾ വിട്ടു. പാസ്റ്ററെ പോരാട്ടോ, ആ ബന്ധനോ കാര്യങ്ങൾ ഒന്നും വേണ്ട. ഇന്നു മുതൽ വീട്ടിൽ നിങ്ങൾ വ്യക്തിപരമായി, നിങ്ങൾ കുടുംബമായി യാഗപീഠം പണിത് ദൈവത്തെ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും, അത് ഇന്ന് മാത്രമല്ല എന്നും എന്നും നിരന്തരമായി ഉയരാൻ കാരണമായാൽ അവിടെ അത്ഭുതം നടക്കും. ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. 2 ശമൂവേൽ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15 എടുത്തേ. 4:15, 17 എന്നിട്ട് 25 വായിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം ഒന്ന് എടുത്ത്. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വേഗം എടുത്തു. 2 ശമൂവേൽ 24:15. അങ്ങനെ യഹോവ ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബേർശേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. മഹാമാരി കാരണം 10,000-20,000 മരിച്ചുപോയി. 17 ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്. ഒരു മിനിറ്റ്, ഇത് കണ്ടിട്ട് ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾ പാപം ചെയ്തല്ലോ. 25 ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ട് ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു. ഒന്ന് ശ്രദ്ധിച്ചേ, ഇതുവരെ കാണാത്ത ഏതെങ്കിലും ഫൈറ്റിങ്ങോ പോരാട്ടമോ വീട്ടിലോ തലമുറയ്ക്കോ കുടുംബത്തിനെതിരെയോ ഇരുട്ടിന്റെ മണ്ഡലം പോരാടും എന്നറിയുമ്പോ വേറെ ഒന്നും വേണ്ട, ഓടി ദൈവസന്നിധി സമർപ്പിച്ച് യാഗപീഠം പണിത് നീ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാധ നിന്നെ വിട്ടുമാറോ, നിന്റെ കുടുംബത്തെ വിട്ടുമാറോ, നിന്റെ തലമുറയെ വിട്ടുമാറോ. ഏതെങ്കിലും പൈശാചിക പോരാട്ടങ്ങൾ നിന്റെ കൂടാരത്തിനെതിരെ പോരാടുന്നെങ്കിൽ യാഗപീഠം പണിത് വീട്ടിൽ നിന്ന് ആരാധനയും പ്രാർത്ഥനകളും ഉയർന്നു.